ഹലോ, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജ് ടൂറുമായിട്ടാണ്. ഫ്രിഡ്ജ് ടൂറെന്ന് വിചാരിക്കുമ്പോൾ നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കുകയില്ല, ഒന്നും ഇല്ലാത്തൊരു ഫ്രിഡ്ജ് ടൂറാണ്. നമ്മൾ യൂട്യൂബിലൊക്കെ കാണത്തില്ലയോ, ഒത്തിരി പേര് ഫ്രിഡ്ജ് ടൂർന്നാൽ ഓരോരുത്തരൊക്കെ ഫ്രിഡ്ജ് കാണണം, അലമാരി പോലെ ഇരിക്കും, വലിയ വലിയ 2 തട്ടും 3 തട്ടൊക്കെ ഉള്ള. അപ്പം നമ്മുടെ ഫ്രിഡ്ജ് സാധാ ഫ്രിഡ്ജാണ്. അപ്പം എനിക്കും ഒരാഗ്രഹം, എൻ്റെ ചാനലിൽ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒരു ടൂർ, എന്താണ് അതിനുള്ളിൽ നമ്മളതെങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നത്, അപ്പോൾ അതൊന്ന് കാണിക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം എനിക്ക് തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് സൗണ്ട് ചിലപ്പം ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര കട്ടിയായിരിക്കും. അപ്പോൾ ഒന്നും വിചാരിക്കില്ല കേട്ടോ. അപ്പം ഇന്നാണെങ്കിൽ വീട്ടിൽ ആരും ഇല്ല, ഞാനും കുഞ്ഞാവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ മോൻ ഉറക്കമാണ്. അപ്പോൾ വീട്ടിൽ ആരും ഇല്ലാത്തതുകൊണ്ട് മാത്രം ഞാനൊന്ന് മുടിയൊക്കെ കെട്ടി പൊട്ടൊക്കെ തൊട്ട് ഒരു ഉടുപ്പൊക്കെ എടുത്തിട്ടു. അച്ഛനും അമ്മ വേറെ ആരിലൊക്കെ ഉണ്ടെങ്കിൽ ചമ്മലല്ലേ, അപ്പം നമ്മളെങ്ങനെയൊന്നും ഒരുങ്ങത്തില്ല. അപ്പം നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് കാണാം. അപ്പം ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ് കുട്ടൻ. ഇത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം 6 വർഷമാകുന്നു. അപ്പം ഞങ്ങളുടെ കല്യാണത്തിന് കുറച്ച് നാൾ മുന്നേ മേടിച്ച ഫ്രിഡ്ജാണ്. അപ്പോൾ ഇതും ഒരു 6 വർഷം 6.25 വർഷം എന്നൊക്കെ പറയാം. അപ്പം ഫ്രിഡ്ജ് നമ്മുടെ ഈ അടുക്കള ഇവിടാണ് കേട്ടോ വെക്കുന്നത്. കുക്ക് ചെയ്യുന്നിടത്തല്ല, ഫുഡ് എടുത്ത് വെക്കുന്നിടത്താണ് നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ മോൻ്റെ വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിലൊന്നും ഇല്ലെങ്കിലും ഒരു ദിവസത്തിൽ ഒരു 10,000 അല്ല അതിൽ കൂടുതൽ ആവശ്യം വേണമെങ്കിൽ അവൻ വലിച്ചു തുറന്നിട്ട് ഫുള്ളൊന്ന് നോക്കും, വീണ്ടും അടയ്ക്കും, പോവുക വരിക അടയ്ക്കുക, ഇത് തന്നെയാണ് പരിപാടി. അപ്പം ഇതിൻ്റെ താക്കോല് കണ്ടില്ല, അതുകൊണ്ട് ഇത് പൂട്ടിയിടാൻ പറ്റത്തില്ല അവനെ പേടിച്ചിട്ട്. അപ്പം എപ്പോഴും നമുക്ക് അടയ്ക്കാൻ നേരം ഉള്ളൂ, അടയ്ക്കടാ ഫ്രിഡ്ജ് ചിലപ്പം തുറന്നിട്ടിട്ട് അങ്ങ് പോകും. അപ്പം നമുക്ക് ഇതിനുള്ളിൽ എന്താണെന്ന് കാണാം. അപ്പം നമുക്ക് നമ്മുടെ ഫ്രിഡ്ജ് ഉടനെ തുറക്കാം. നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതാണ് കാണാനുള്ളത്. ഇത് നമ്മുടെ ഫ്രീസറ്. ഇതിനുള്ളിലൊന്നുമില്ല. ഐസ് നിറഞ്ഞിട്ട് തുറക്കാൻ പറ്റത്തില്ല. ഇനി തുറന്നപ്പോട്ട് പോകുന്നു തോന്നുന്നു. അപ്പം ഇത് നല്ലപോലെ ഐസ്. അപ്പം ഇനി ഇത് ഓഫ് ചെയ്തിടണം, ഐസ് എല്ലാം കൂടെ പോകാനായിട്ട്. അപ്പം മോൻ സ്പൂണും കൊണ്ട് വന്നിട്ട് ഈ ഐസ് വടിച്ച് തിന്നും. അപ്പോൾ ഐസ്ക്രീമൊക്കെ ഇതിൻ്റെ അത് ഉണ്ടായിരുന്നു, തീർന്നു. ഞങ്ങൾ മോൻ്റെ ആനുവൽ ഡേക്ക് പോയപ്പോഴത്തേനും കുറേ ഐസ്ക്രീമൊക്കെ മേടിച്ചുകൊണ്ടാവുന്നത്. അപ്പോൾ അത് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് അടയ്ക്കാം. പിന്നെ ഇത് മിൽക്ക് സോൺ. ഇവിടെയാണ് നമ്മൾ പാല് വെച്ചേക്കുന്നത്. പാല് തീർന്നു, ഒരു പാക്കറ്റ് ലാസ്റ്റ് ഉണ്ടായിരുന്ന പൊട്ടിച്ച് നമ്മളിത് വേറെ പാത്രത്തിലാക്കി വെച്ചേക്കുവാണ്. പിന്നെ ഇത് നമ്മുടെ ഈസ്റ്റാണ്, അപ്പത്തിനൊക്കെ ചേർക്കത്തില്ല. അപ്പം നമ്മുടെ സിദ്ധാർത്ഥ കൂട്ടൻ ഈസ്റ്റ് കഴിഞ്ഞ ദിവസം ഒരു ഫുൾ കുപ്പി എടുത്ത് മുറ്റത്ത് കളഞ്ഞു. അതുകൊണ്ട് അവനെ പേടിച്ച് മണിയമ്മ ഇവിടെ വെച്ചേക്കുവാണ്. അപ്പോൾ പിന്നെ ഈ തട്ടിൽ നമ്മൾ ഒരു തേങ്ങയുടെ ചിരട്ടയ്ക്കകത്ത് കുറച്ച് തേങ്ങ ചിരവിയിരിപ്പുണ്ട്. ഇതിലെന്താണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഒരു കൈ ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്കത് തുറക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിലെന്താണെന്ന് അറിയത്തില്ല, എന്തോ അമ്മ എടുത്ത് വെച്ചേക്കുവാണ്. അപ്പം ഇത് നമ്മൾ രാവിലെ ഇവിടെ ചപ്പാത്തിക്ക് കുഴച്ചപ്പം കുഞ്ഞുമാവ സമ്മതിച്ചില്ല മൊത്തം ഉണ്ടാക്കാൻ. അപ്പം ഞാൻ കുറച്ച് മാവ് ഉണ്ടായിരുന്നു, ഇതിലെടുത്ത് വെച്ചു. പിന്നെ ഇതിൽ ഇന്നലത്തെ സാമ്പാർ, എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കുമല്ലോ സാമ്പാറും കറിയും ഒക്കെ ബാക്കി വരുന്നത്. അപ്പോൾ ഇതിൽ സാമ്പാർ. അപ്പം ഇതിൽ നമ്മുടെ തോരനാണ്, ക്യാബേജ് തോരൻ. അപ്പം ഈ വലിയ പാത്രം, ഇതിൽ കുറച്ച് ചോറാണ്. അപ്പം ഇത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഊറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചോറ് വെക്കുന്നത് ഇന്നും നാളെയും കൂടെ നമുക്ക് എടുക്കാൻ പറ്റും, അങ്ങനെയാണ് വെക്കുന്നത്. പിന്നെ ഈ ചോറ്റ് പാത്രത്തിൽ നമ്മൾ ഒഴിച്ച് വെക്കുന്നതാണ് കേട്ടോ, തൈര്. ഈ പാത്രത്തിൽ വീണ്ടും ഒരു തേങ്ങ ഉണ്ട്. ഒരു തേങ്ങ തന്നെ, തേങ്ങയും ഉണ്ട്. അതിൻ്റെ അകത്ത് 2 മാങ്ങ ഒളിച്ചിരിപ്പുണ്ട്. സിദ്ധാർത്ഥ കണ്ടാൽ എടുക്കുന്നതിനാന്ന് തോന്നുന്നു അമ്മ പാത്ത് വെച്ചേക്കുക. അപ്പോൾ ഇത് നമ്മുടെ വാളരിപ്പയർ. ഇത് നമ്മുടെ വീട്ടിൽ ഉണ്ടായത് തന്നെയാണ് കേട്ടോ, വളരിപ്പയർ. അവരുടെ അമ്മ കാണാതെ മുകളിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ചുമ്മാ ഇറങ്ങിയപ്പോൾ കണ്ടു, പറിച്ചുകൊണ്ട് വന്നു. ഇവിടെ കുറച്ച് ആൾക്കാർ തിങ്ങി നിറഞ്ഞിരിപ്പുണ്ട്. ഇത് നമ്മുടെ ക്യാബേജ്. ഇവിടെ ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനമാണ് ക്യാബേജ്. പിന്നെ ഇതിൽ നമ്മുടെ തക്കാളി, വെണ്ടയ്ക്ക, മാങ്ങായും ക്യാരറ്റും അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഒരു മുളക് താഴെ പോയി. ഇതിൽ നമ്മൾ ഫുൾ മുളകാണ് ഇട്ട് വെക്കുന്നത്. പിന്നെ ആ ബാക്കിൽ അതിലെന്താ, ഇത് മൊത്തം വെള്ളക്കാന്താരിയാണേ. നമ്മുടെ വീട്ടിൽ വെള്ളക്കാന്താരി ഉണ്ടെന്ന്. അപ്പം ചൂട് കൂടിയപ്പം ചെടി അങ്ങ് വാടി. അപ്പം മൊത്തം പറിച്ചിട്ട് അമ്മ ഇതിൽ വെച്ചേക്കുവാണ്. പിന്നെ ഇത് നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇതിൽ നമ്മുടെ സാധാരണ എല്ലാ പച്ചക്കറികളും ഉള്ളതെല്ലാം ഉണ്ട്. ഇതൊക്കെ തന്നെ, അത്രയേ ഉള്ളൂ ഇതിൽ. അപ്പോൾ പിന്നെ നമ്മളിനി ഫ്രിഡ്ജിൻ്റെ ഡോറ് വരുമ്പോൾ ആദ്യത്തെ സ്ഥലത്ത് നമ്മൾ മുട്ട
ഒരു കുറച്ചുകൂടി മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ നമ്മളിന്ന് ചപ്പാത്തി മുട്ടക്കറി ആയതുകൊണ്ട് മുട്ട എടുത്തപ്പോൾ 3 മുട്ടയേ ഉള്ളൂ ബാക്കി. പിന്നെ ഈ പാത്രം എന്ന് പറയുന്നത് നമ്മൾ ദോശ ഒക്കെ ഉണ്ടാക്കുമ്പം കല്ലില്ലേ, ദോശക്കല്ലിൽ എണ്ണ തേക്കുന്നത്, അതും അതിൻ്റെ ആ തൊണ്ട് മുറിച്ചെടുക്കുന്ന സംഭവമാണിത്. പിന്നെ ഇതൊരു സപ്പോസിറ്ററിൻ്റെ പകുതിയാണ്. നമ്മുടെ കുഞ്ഞുവാവയ്ക്ക് ഇടയ്ക്ക് അപ്പിടാൻ പറ്റാതെ വരുമ്പോഴത്തേനും അവൻ്റെ പീഡിയാട്രീഷ്യൻ തന്നതാണ്. അപ്പോൾ നമ്മൾ പകുതി എടുത്തിട്ട് പകുതി നമ്മളിവിടെ പാത്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇത് രണ്ടാമത്തെ ഇതിൽ നമ്മളെ വീട്ടിലുണ്ടാക്കിയ നെയ്യ് അമ്മ എവിടുന്നോ കൊണ്ടുവന്ന് വെച്ചാണ്. ഇത് രണ്ടും അല്ല, സാധാരണ നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന നെയ്യ്. പിന്നെ ഇതൊരു ജാതിയുടെ കുരു, ജാതിക്കകത്ത സംഭവമാണിത്. പിന്നെ ഇതൊരു തീർത്തും അഴുക്കായ ഒരു നാരങ്ങ. എല്ലാ വീട്ടിലും കാണും ഇതുപോലെ പകുതി മുറിച്ചതും ഇങ്ങനെ വാടിയ ഒരു നാരങ്ങ. പിന്നെ ഇതിൽ നമ്മുടെ കണ്ണിമാങ്ങയാണെന്ന് തോന്നുന്നു അച്ചാറിട്ട് വെച്ചേക്കുവാണ്. ഇതെന്തുവാ, ഇതൊരു കഷ്ണം ബ്രെഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് നമ്മുടെ വെള്ളക്കാന്താരി അച്ചാറിട്ടത്. ഇത് 2 ചേട്ട തേങ്ങ. ഇത് നാരങ്ങ ചുമര അച്ചാറിട്ടത്. ഇത് ബാക്കിൽ എന്തോ ഉണ്ട്, കാണാൻ പറ്റുന്നില്ല, ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹോർലിക്സിൻ്റെ ചെറിയ കുപ്പിയിൽ ശകലം ശർക്കരയാണേ. പിന്നെ ഈ കവറിൽ ഇഞ്ചി വെച്ചിട്ടുണ്ട്. അല്ല, ഇതിലും ഉണക്ക മഞ്ഞളാണേ. പിന്നെ ഇതിൽ ഇഞ്ചി, ഇത് നമ്മുടെ ബിരിയാണിക്കൊക്കെ ഇടത്തില്ലയോ ബേ ലീഫ് എന്ന് പറയുന്നത്, ആ സംഭവം. പിന്നെ ഇവിടെ ഒരു കുഞ്ഞി കവറിൽ എന്താണ്ടോ അഴുക്കായിട്ടിരിപ്പുണ്ട്. എന്തോ ഇതാ മല്ലിയിലയാണ്. കഴിഞ്ഞ ദിവസം ചിക്കൻ മേടിച്ചപ്പം കൊണ്ടുവന്ന മല്ലിയില, അത് അഴുക്കായി, അപ്പോൾ അതെടുത്ത് കളയണം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഫ്രിഡ്ജ്. ഇത്രയേ ഉള്ളൂ. അതാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ മുകൾ വശമാണ്. അപ്പം എല്ലാ വീട്ടിലും ഫ്രിഡ്ജിൻ്റെ മുകളിൽ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ ഇവിടെ ഇച്ചിരി കൂടുതലായിട്ടാണ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അമ്മ എപ്പോഴും നമ്മളെ വഴക്ക് പറയുന്ന ഒരു കാര്യമാണ്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇവിടെ കൊണ്ട് വെക്കല്ലെന്ന്. പക്ഷെ ഞങ്ങൾ കൊണ്ട് വെക്കും, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്തായി ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യൻ്റെ മണ്ടയ്ക്കൊരു പേപ്പർ ഇട്ടിട്ടുണ്ട്. അപ്പം ഇത് ഒരു കുറച്ച് പൈസ ചില്ലറയൊക്കെയാണ്. നമ്മൾ മുട്ട വാങ്ങിച്ചപ്പോൾ അവർക്ക് പൈസ കൊടുക്കാനായിട്ട് മറന്നു പോകാതിരിക്കാൻ ഇവിടെ എടുത്ത് വെച്ചേക്കുവാണ്. പിന്നെ ഇത് കുഞ്ഞിന് അമൃതം പൊടി പെട്ടെന്ന് എടുക്കാനായിട്ട് നമ്മളിവിടെ വെച്ചേക്കുവാണ്, കുപ്പിക്കകത്തിട്ട് അമൃതം പൊടി കുറുക്കുണ്ടാക്കാൻ. ഇത് ഞങ്ങളെല്ലാവരും ഉപയോഗിക്കുന്ന പാരച്യൂട്ടിൻ്റെ എണ്ണ തുറന്നിരിക്കുകയാണ് അടച്ച് വെച്ച്. അപ്പോൾ ഇതിലെന്തോണ്ടോ ഇട്ട് വെച്ചേക്കും, എന്തോ ഞാൻ നോക്കിയില്ല. ഇതൊരു സിന്തോളിൻ്റെ സോപ്പ്, ഇതൊരു പാത്രം കഴുകുന്ന സോപ്പ് അമ്മ എടുത്ത് വെച്ചാണ് ഇവിടെ. പിന്നെ ഈ പ്ലേറ്റിൽ എന്തൊക്കെയോ ആക്രി സാധനങ്ങൾ, പഴയൊരു വാച്ച്, കത്രിക, നെയിൽ കട്ടർ, ഇതെൻ്റെ മൂക്കിൽ വലിക്കുന്ന ഇൻഹേലർ, പിന്നെ ഈ ഷേവിങ് സെറ്റ്, മോൻ്റെ ഒരു പഴയ വള, അങ്ങനെ എന്തൊക്കെയോ ആക്രി സാധനങ്ങളെല്ലാം ഇട്ട് വെച്ചിട്ടുണ്ട്. എന്തിനു വെച്ചേക്കും അറിയത്തില്ല, എടുത്ത് കളയണം. പിന്നെ ഇത് നമ്മുടെ ദന്തപ്പാലെന്ന് പറയുന്ന എണ്ണയല്ല എണ്ണയ്ക്കകത്ത് ഇട്ടിട്ട് ചൂടത്ത് വെക്കുമ്പോൾ ഇങ്ങനെ ഈ കളറാകും. ഇത് ഉപയോഗിക്കുന്ന ചേട്ടൻ ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, പക്ഷെ കളയാതെ വെച്ചേക്കുക. പിന്നെ ഇതിൽ എന്താ സർവമർമ്മ തൈലം എന്ന് പറയുന്നത് സംഭവങ്ങളും, ഒരു കണ്ണാടിയ, പിന്നെ ഇതെന്തുവാ ചെയിൻ ലൂബ് സ്പ്രേ എന്ന് പറയുന്നത് ആ ചേട്ടൻ്റെ വണ്ടിയുടെയാണെന്ന് തോന്നുന്നു അത്. പിന്നെ ഇത് ഒരിടയ്ക്ക് ചേട്ടൻ എണ്ണ ഇങ്ങനെ ചൂടാക്കി തേക്കുമായിരുന്നു, അതിന് ഉപയോഗിക്കുന്ന പാത്രമാണ്. അപ്പോൾ പുള്ളി തീ കൂട്ടിയിട്ട് എണ്ണ ചൂടാക്കുന്നതാണ് ഇത് കരിഞ്ഞീ പരുവമായി. പിന്നെ ഇതിലെനിക്ക് തോന്നുന്നു അരിപ്പൊടിയോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പിന്നെ ഇതിലമ്മ അരറൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഇട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ മുകളിലുള്ളത്. നമ്മൾ ഇതിവിടെ കുത്തിയിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഫ്രിഡ്ജ് ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഫ്രിഡ്ജ് കണ്ടല്ലോ, ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഫ്രിഡ്ജ്. അപ്പം ഞാൻ ചുമ്മാ ഒരു രസത്തിന് ഒക്കെ ഒരു കാണിക്കാൻ ഒരു ആഗ്രഹം, എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അത് കണ്ടിട്ട് ചെയ്താണ്. ആരും ഒന്നും വിചാരിക്കില്ല നിൻ്റെ ഫ്രിഡ്ജ് കണ്ടിട്ട് ഇപ്പം ഞങ്ങൾക്ക് എന്തോ എടുക്കാനാ, അല്ല ഞാൻ ചുമ്മാ ഇട്ടെന്നേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇത് നമ്മൾ കാണിക്കുക, ഇതെങ്ങനെയാണോ നമ്മുടെ ഫ്രിഡ്ജ് എല്ലാ ദിവസവും വീട്ടിൽ ഇരിക്കുന്നത് അതുപോലൊക്കെ തന്നെയാണ് കാണിച്ചേക്കുന്നത്. ഞാനിപ്പോൾ ഈ ഫ്രിഡ്ജ് ടൂർ എടുക്കുന്നതിൻ്റെ പേരിൽ വൃത്തിയാക്കുവോ അല്ലെങ്കിൽ സാധനങ്ങൾ മേടിച്ച് വെക്കുവോ അതിലിരിക്കുന്ന അഴുക്ക് സാധനങ്ങൾ എടുത്ത് കളയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ പച്ചക്കറി എപ്പോഴും അങ്ങനെ ഉണ്ടാകത്തില്ല. ഇപ്പോൾ നമ്മൾ 2 ദിവസം ആയതേ ഉള്ളൂ പച്ചക്കറി മേടിച്ചിട്ട്, അതുകൊണ്ടാണ് അത്രയും പച്ചക്കറി ഇരിക്കുന്നത്. അല്ലെങ്കിൽ അങ്ങനെ പച്ചക്കറി കാണത്തില്ല. നമ്മുടെ ഫ്രിഡ്ജ് ഒരു 3 ഘട്ടമാണ് നമ്മുടെ ഫ്രിഡ്ജിന്. ആദ്യം നമ്മൾ സാധനങ്ങളെല്ലാം മേടിക്കുമ്പോൾ തിങ്ങി നിറഞ്ഞിരിക്കും. അത് കഴിഞ്ഞ് 2 ആഴ്ച കഴിയുമ്പോൾ സാധനം കുറയും. 3-4 ആഴ്ച കഴിഞ്ഞ് പിന്നെ ചേട്ടന് ശമ്പളം വരുന്നിടം വരെ കാലിയായിരിക്കും. അങ്ങനെ അവസ്ഥയാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ. അപ്പം പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രിഡ്ജ് എപ്പോഴും നീറ്റാണ്. അപ്പോൾ
പ്രത്യേകിച്ച് പറയാനല്ല, ഇവിടുത്തെ അമ്മ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. നമ്മളെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഭയങ്കര നീറ്റായിട്ട്, എനിക്ക് അത്ര വൃത്തിയില്ല കേട്ടോ, പക്ഷെ അമ്മ കുറച്ച് നിർബന്ധക്കാരിയാണ് നമ്മുടെ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട് വീക്കിലി ഇത് നമ്മുടെ ക്ലീനിങ് ഡേ ആണെന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പം നമുക്കിവിടെ വീക്കിലി മന്ത്ലി അങ്ങനെയൊന്നുമില്ല. നമ്മൾ അപ്പോൾ കാണുന്നത് എന്ത് മോശമായിട്ടിരിക്കുന്നോ അത് അപ്പം തന്നെ വൃത്തിയാക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഫ്രിഡ്ജ് തുറക്കുമ്പോൾ എന്തെങ്കിലും അഴുക്കോ എന്തെങ്കിലും വേസ്റ്റ് എന്തെങ്കിലും ഇരിക്കുന്നതാണ് അപ്പം തന്നെ എടുത്ത് മാറ്റി ക്ലീൻ ചെയ്യും. അപ്പം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ദിവസം സമയം അങ്ങനെയൊന്നും നീക്കി വെക്കത്തില്ല. നമ്മുടെ വീട്ടിലെ എല്ലാ കാര്യവും അങ്ങനെയാണേലും അതിലമ്മ വെച്ച് സ്ട്രിക്റ്റാണ്. അപ്പം നമ്മുടെ ഫ്രിഡ്ജ് സാധനങ്ങളും അതുകൊണ്ട് എല്ലാം നല്ല പക്കയായിട്ട് സൂപ്പറായിട്ടിരിക്കും. അപ്പം ഇതിൻ്റെ താക്കോൽ മിസ്സായിപ്പോയി, അല്ലായിരുന്നെങ്കിൽ അത് പൂട്ടിയിടായിരുന്നു. ഈ കുഞ്ഞുങ്ങളെ എപ്പോഴും തുറക്കും, വലിച്ച് തുറന്നിട്ട് വലിച്ചങ്ങ് അടയ്ക്കും. ചിലപ്പോൾ ഇത് തുറന്നിട്ടിട്ടായിരിക്കും പോകുന്നത്. അങ്ങനത്തെ പരിപാടിയൊക്കെ അവനുണ്ട്. പിന്നെ എന്തുവാ, പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെള്ളം വെക്കുമായിരുന്നു ചൂട് സമയത്ത്, പക്ഷേ ഇപ്പം അങ്ങനെ വെക്കാറില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇടവിട്ട് പനിയും ഇതൊക്കെ വേണം, തൊണ്ടയ്ക്ക് വേനൊക്കെ ഉണ്ട്. അപ്പം തണുത്ത വെള്ളം വെച്ച് പോയാൽ കുഞ്ഞ് എപ്പോഴും എടുത്ത്, സിദ്ധാർത്ഥ എപ്പോഴും എടുത്ത് കുടിക്കും. അപ്പം അവന് വയ്യാതെ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും വയ്യാതെ വരും വീട്ടിൽ. അതുകൊണ്ട് പിന്നെ ചേട്ടനാണെങ്കിൽ വെള്ളം വെച്ചാൽ എടുത്ത് കുടിക്കും, പക്ഷേ പുള്ളിക്ക് തണുപ്പ് ചെല്ലുമ്പോൾ ഛർദ്ദിക്കും. അന്ന് വെച്ചാൽ പുള്ളി എടുത്ത് കുടിക്കും. അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വെള്ളം വെക്കാറില്ല. അഥവാ ആരെങ്കിലും എന്തിന് പെട്ടെന്ന് വരുവാണെങ്കിൽ ഇപ്പം നമ്മൾ വല്ല നാരങ്ങ പിഴിയോ തണുത്ത വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഐസിൻ്റെ മറ്റേ ഇതുണ്ടല്ലോ സംഭവം, കുഴിയുടെ അതിൽ വെള്ളം ഒഴിച്ച് വെക്കും, ഐസായിട്ട വെള്ളത്തിലിട്ട് കൊടുക്കും, അങ്ങനെയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഫ്രിഡ്ജ് ടൂറ് ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ സാധാരണക്കാരുടെ വീട്ടിലെ ഫ്രിഡ്ജ്, ഒത്തിരി പൈസയൊക്കെ ഉള്ള വലിയ റിച്ചായിട്ട് താമസിക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്കാണല്ലോ 3-4 അലമാരി തുറക്കുന്ന പോലെ തുറക്കുന്ന ഫ്രിഡ്ജ്, ഐസ്ക്രീം, അത് ഇത്. അപ്പം സാധാരണക്കാരുടെ വീട്ടിൽ തലേദിവസത്തെ സാമ്പാർ, ഇച്ചിരി മീൻ വെട്ടിയത്, അതും ഇതും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് എന്തുവാണെങ്കിലും പറയാം കേട്ടോ, നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അംഗമാകാവുന്നതാണ്. അപ്പോൾ പിന്നെ ഇന്ന് എല്ലാ ദിവസവും എന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ഈ അമ്മച്ചിക്കെട്ടൊക്കെ കെട്ടി മുടി കെട്ടി വീട്ടിൽ ഇടുന്ന അതേ ഡ്രസ്സിൽ കോലത്തിൽ തന്നെയാണ് കാണുന്നത്. കാരണം ഞാൻ എപ്പോഴും ഡേ ഇൻ മൈ ലൈഫ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയല്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് പല്ല് തേച്ചു ആ ഒരു രീതി തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരുങ്ങോ ഡ്രസ്സ് മാറോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അപ്പോൾ ഇന്ന് ഞാൻ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ട് മാത്രം ഡ്രസ്സൊക്കെ മാറ്റി ഒരു പൊട്ടക്കത്തോട്ട് വീഡിയോ ഒക്കെ എടുക്കും. അപ്പം ഇത്രയൊക്കെ ഉള്ളു പറയാൻ. ഇനിയും നമ്മൾ സംസാരിക്കാൻ പോയ കുഞ്ഞാവെ എണ്ണീക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ബൈ.